അപ്പാനിക്കും ബിൻസിക്കും ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അയ്യോ, അത് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ഒന്നില്ലല്ലോ. അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെ ഒരു നമ്മളെല്ലാം ഡിസ്കസ് ചെയ്താണ്, നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ അവിടുത്തെ പോയി പറഞ്ഞു കൊടുത്തു, ഇതൊരു ഷോയാണ് അവിടെ എന്റെ അനു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ 3-4 കാര്യങ്ങൾ പറയാൻ പോകാം. ഫസ്റ്റ് തിങ്, എൻ്റെ കണ്ടന്റ് ഇനി അങ്ങോട്ട് കുറച്ച് ലേറ്റായിട്ടേ വരൂ, കാരണം ഞാൻ കോട്ടയത്ത് ഒരു ട്രെയിനിങ്ങിലാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടും ഒച്ചപ്പാടും കാണാൻ പറ്റും, ക്ലാരിറ്റി കുറവ് കാണാൻ പറ്റും. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോനും ക്ലാരിറ്റി കുറവ് കാണാൻ പറ്റും. ഇപ്പം തന്നെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നതും പാട്ടിൻ്റെയും ഒക്കെ ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി ബിഗ് ബോസിലെ ഈ വീക്കിൽ നടന്നിട്ടുള്ള ഒരു കണ്ടന്റും ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എപ്പിസോഡ്സ് കാണുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും തിരക്കും ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. എന്തുവാ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പൊതുവേ ഒരു ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു എൻഡ് എപ്പിസോഡിലാവുന്ന സമയം ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തുകയും പഴയ കാര്യങ്ങൾ പറയുകയും പഴയ ജോളി കാണിക്കുകയും ഇവൻ പലരും കൈയൊക്കെ പിടിച്ചിരുന്നിട്ട് അവരുടെ പഴയ മെമ്മറീസൊക്കെ സംസാരിക്കുന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാണുന്നത് ഫുൾ തെറിവിളി. ഏത് സൈഡ് നോക്കിയാലും തെറിവിളി, ഒച്ചപ്പാട്, വഴക്ക്, തല്ല്, പ്രശ്നം, പഴയത് പറയുക, പുതിയത് പറയുക, പുതിയത് ഉണ്ടാക്കുക. ഡു യു തിങ്ക് ഇസ് ദിസ് ഫെയർ? ഒരു ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും കൊല്ലത്ത് സീസൺസ് കണ്ടതിൽ വെച്ചിട്ട് ഈ ഒരു സീസൺ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പേഴ്സണലി എനിക്കറിയില്ല. ഞാൻ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന അനുമോളുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയ സമയത്ത് അതിൽ അനുമോളുടെ സിസ്റ്റർ ആയിരിക്കാം മേ ബി അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി വരുന്ന ഒരാഴ്ച അനുമോളെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അനു എന്താണെന്ന് അറിയുന്ന എല്ലാവരും അനുവിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ കാണാനിടയായി. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ കറണ്ട്ലി തോന്നുന്നത്. കാരണം ഈ വന്നിരിക്കുന്ന എക്സ് കണ്ടസ്റ്റന്റ് എല്ലാവരുടെയും പ്രൈമറി ഫോക്കസ് പോയിരിക്കുന്നത് അനുമോളിൽ മാത്രമാണ്. ഈവൻ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനുവും അനീഷും ഒരുപോലെ ജയിക്കാൻ ചാൻസ് ഉള്ള 2 വ്യക്തികളാണ്. അതിൽ നിന്ന് അനുമോൾ എങ്ങനെയെങ്കിലും ജയിക്കരുത് എന്ന് കരുതിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് വരുമ്പം ആ ബിഗ് ബോസ് ടീം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ഫോക്കസ് പോയിരിക്കുന്നത് അനുമോളിലാണ്. അതിൽ അനുമോൾ ശൈത്യ തമ്മിലൊരു വിഷയം ഉണ്ടായിരുന്നു, ഞാൻ സൈഡിൽ കൂടെ കൊടുക്കാം. കട്ടപ്പ എന്ന് പറയുന്ന ഒരു വേർഡ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു ദിവസത്തെ എപ്പിസോഡ് മുഴുവൻ ബിഗ് ബോസ് ഓടിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് അനുവിന് ക്രിയേറ്റ് ചെയ്തു. ഒരു ഗ്രൂപ്പ് അറ്റാക്ക് വന്നു, ഒരു മാസീവ് ടീം വന്നു. ഞാൻ ആലോചിക്കുന്നത് ഇറ്റ് ഈസ് വെരി കോമൺ ഫോർ സംബഡി ടു കോൾ എന്തെങ്കിലും ഒരു പേര്. ഇപ്പം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പല പേരുകളും ഉണ്ടാവും. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്ന പല പേരുകളും ഉണ്ട്. ആ ഒരു ടേമിൻ്റെ പേരിൽ ഞാൻ ഇത്രയും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടു എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. പക്ഷേ ഇവള് നേരിട്ട സൈബർ അറ്റാക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഇവൻ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു സൈബർ അറ്റാക്ക് ഫേസ് ചെയ്ത ഒരാളെന്ന നിലയിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കാണുന്ന സമയത്തൊക്കെ ഫുൾ ജോളിയാണ്, ഫുൾ ടൈം റീൽസ് എടുക്കുന്നു, പരിപാടികൾക്ക് പോകുന്നു, മീറ്റപ്പ് ഉണ്ടാക്കുന്നു. ആ ആൾക്ക് എവിടെയാ ഈ സൈബർ ബുള്ളിങ് അറ്റാക്ക്? ഇൻ കേസ് ഒരു ബുള്ളിങ്ങോ അറ്റാക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനുമോളെ മാത്രം വിളിച്ചിരുത്തി മാറിയിരുന്ന് സംസാരിച്ച് ക്ലിയർ ഔട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ബിഗ് ബോസ് ഹൗസിലെ എസ് കണ്ടസ്റ്റന്റ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ വിഷയമാക്കി തീർത്തുന്നത്. ഇതിലൊക്കെ എന്തോ ഒരു പ്ലാനിങ് ഇവരുടെ സൈഡിലില്ലേ? അതവിടെ കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇന്നലെ ബിഗ് ബോസിൽ ഇതിലും വലിയ ഒച്ചപ്പാട് ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ RJ ബിൻസി റിലേറ്റ് ചെയ്തുള്ള വിഷയം, അതും എല്ലാവരുടെയും ഫോക്കസ് പോയിരിക്കുന്ന അനുവിലോട്ടാണ്. നമുക്ക് ആദ്യം ആ വിഷയം ഒന്ന് കാണാം. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. രണ്ടാമത് അനു വന്നിട്ട് ചേട്ടാ ക്ഷമിക്കണമെന്ന് പോയി. എന്നോട് പറഞ്ഞെന്താ അറിയാതെ പറഞ്ഞു പോയില്ല. ശരി ബിൻസി, ഇങ്ങനെ അറിയാതെ പറയുന്ന കാര്യങ്ങൾ ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ താണ്ടി വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവരുടെ കോൺവെർസേഷൻ ഉണ്ടായ സമയത്ത് ബിൻസി പറഞ്ഞൊരു കാര്യമാണ് അനുമോളുടെ സൈഡിൽ നിന്നുണ്ടായ ഈ ഒരു ആക്ടിനെ പറ്റി എനിക്ക് എന്തായാലും സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വേണ്ട, പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ ബിൻസി ഇപ്പം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ സെയിം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ഒരു കുളത്തിട്ടത് അപ്പാനിയാണ്. സോ കോൺവെർസേഷൻ അനുവായിട്ട് വളരെ പീസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു, അതിന് നീ സോറി പറഞ്ഞു, എന്നാലും പുറമെ ഞാൻ ഫേസ് ചെയ്തത് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ബിൻസിയും ശൈത്യയും ടീമും ആദിലയും നൂറും എല്ലാവരും കൂടെ വന്നിട്ടുള്ള ഒരു അറ്റാക്കാണ്.
ശൈത്യന്റെ വിഷയത്തിൽ കാണിച്ച ഒരു കോമൺ ബുദ്ധി അനു ഈ ഒരു സിറ്റുവേഷനിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ വിഷയം ഇത്ര വളിപ്പാവില്ലായിരുന്നു. ഇവിടെ ഇനി അങ്ങോട്ട് നടക്കുന്ന കോൺവെർസേഷൻ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. ഈവൻ അക്ബർ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആദിലയാണെങ്കിലും ഇത് ഏറ്റെടുത്ത് ഇതിനെ നല്ല വൃത്തികെട്ട രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയത്തെ പറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഇനി എൻ്റെ സൈഡിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം സംസാരിക്കാം എന്ന് പറയായിരുന്നു. ശൈത്യന്റെ കട്ടപ്പന പറയുന്ന അത്ര അതിലും ഭീകരമായിരുന്നു ഈ ഒരു വിഷയം. പക്ഷെ അനുമോളുടെ സൈഡിൽ വന്ന മിസ്റ്റേക്ക്, അനുമോൾ ഇത് സംസാരിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഏറ്റുപിടിച്ചു. പട്ട ഗേൾസ് ഏകദേശം വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ കൂടെ മനസ്സിലായിട്ടുണ്ട്. അനുമോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അറിയാത്ത ആൾക്കാരെയും കൂടെ അറിയിക്കുന്ന രീതിയിൽ ഈ ഒരു കാര്യം അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുറത്തെടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം നിങ്ങളിത് പറയുമ്പം, നിങ്ങളിത് ഡിസ്കസ് ചെയ്യുമ്പം ഈ വിഷയം വീണ്ടും ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നാറുന്നതിൽ കൂടെ അനുനെ മാറ്റിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബിൻസിയുടെ ഫാമിലിക്കും അല്ലെങ്കിൽ അപ്പാനിയുടെ ഫാമിലിക്കും ഒരുപോലെ ഇത് ഹേർട്ട് ആവുന്നുണ്ട്. അപ്പം എന്തിന്റെ ബേസിസിലാണെങ്കിലും നിങ്ങൾ ഈ അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് സ്റ്റാർട്ട് എഫക്റ്റിംഗ് യു എന്നുള്ളത്. പിന്നെ പല ടോപ്പിക്കുകളും എന്നോ കഴിഞ്ഞ വിഷയങ്ങളാണ്. അതിപ്പോൾ കൊണ്ടുവന്ന് ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് അലമ്പാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അറൗണ്ട് ഒരു 3-4 ഡേയ്സ് കൊണ്ട് ബിഗ് ബോസ് ഇസ് ഗോൺ ബി എൻഡ്. സോ ആ ഒരു ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് എൻജോയ് ചെയ്ത് പാട്ട് പാടേണ്ട ആ ഒരു സമയം ഇവിടെ തല്ലും കച്ചറിയും വഴക്കും പഴയ കാര്യങ്ങളും പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും കരുതും ഞാൻ എന്തിനാണ് അനുവിനെ സപ്പോർട്ട് ചെയ്യാണോ. ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുക എന്ന സെൻസ് അല്ല ഞാൻ പറയുന്നത്. അനുവിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഈവൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ശൈത്യ വരെ ജയിലിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്ന ഒരു സാധനം കേൾപ്പിച്ചതാ. ഇപ്പൊ അടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ അത് പുറത്തു പോകുമ്പോ നെഗറ്റീവ് അടിക്കാനേ ചാൻസ് ഉണ്ട്. ബിൻസിയായിട്ട് മീൻസ് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട്. ശ്രദ്ധിച്ചതിനൊക്കെ കണ്ട ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന നമ്മളുടെ സ്വന്തം തങ്കക്കുടമായിട്ടുള്ള ശൈത്യ വരെ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഓൾറെഡി ഡിസ്കഷനും അഭിപ്രായവും നടന്നിട്ടുണ്ട്. അപ്പം അതാ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇപ്പോൾ ഈ ഒരു ഫൈനൽ 5 ഡേയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് മാസീവായിട്ട് അനുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെന്തോ ഒരു റീസൺ ഉണ്ട് എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ അപ്പാനിയുടെ വിഷയത്തിലും RJ ബിൻസിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ എന്താണ് ശൈത്യമായി ബന്ധപ്പെട്ട വിഷയത്തിലും അല്ലെ ബാക്കി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യത്തിലും ഞാൻ അനു എന്ന് പറയുന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്യല്ല. ആളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഈ എൻ സ്റ്റേജിൽ ഇത് സംസാരിക്കുന്നത് മനഃപൂർവ്വം ആളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.